ഒരു നാടിന് തീയിട്ടോളൂ എന്നുള്ളൊരു പേരും കൂടി ഞങ്ങൾക്കുണ്ട്. പണ്ട് ചെറുപ്പത്തിലില്ലേ ഉപ്പാൻ്റെ തറവാട് വലിയ ബൾപ്പ്. അപ്പോൾ ആടെ കുറേ ഇങ്ങനെ മറ്റേ പുല്ലുണ്ടാകുന്നില്ലേ, മുകളിൽ ഇങ്ങനെ ഒരു രോമം, ഒരു ഉതിര് പോലത്തെ പുല്ല്, അത് ഉണങ്ങിയിട്ടുള്ള സമയം. അപ്പോൾ നമുക്ക് കസിൻസ് എല്ലാം കൂടിയിട്ട് കളിച്ചിട്ടാകുമ്പോൾ ഏതോ ഒരാൾ തീ ഇട്ടിട്ടാകുമ്പോൾ തീ പിടിച്ച്, അങ്ങനെ ബാക്കി എല്ലാവരും എസ്കേപ്പായി. ഈ തീൻ്റെ നടുവിൽ വിട്ട് പോളത്തീനാണെങ്കിൽ ഞാൻ ആടെ തന്നെ ബാക്കി. അപ്പം എനിക്ക് ആ ഒരു പേരും കൂടി കിട്ടി, ഈ ഒരു നാടിന് തീയിട്ടോളൂ എന്നുള്ള. എൻ്റെ ഉപ്പാൻ്റെ ഉമ്മ എപ്പം പറയും, മീൻ എന്നുള്ള മീനെല്ലാം നങ്കിൻ്റെ പുറത്ത് തൂറല്ലേന്ന്. അതുപോലെ എല്ലാം ഏടെ എന്തെല്ലാം എല്ലാം എൻ്റെ തലയിൽ തന്നെ. ഇപ്പം നമുക്കൊരു ബാധായതുകൊണ്ടില്ല, ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമേ ഇല്ല. നമ്മളെ ജീവിതമെല്ലാം എങ്ങനെയാണെന്ന് അറിയാം. ഇപ്പോൾ വീട് തന്നെ നോക്ക്, ഉദാഹരണം ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു ചെറിയൊരു ചപ്പലേക്ക് ഇട്ട തീയാണ് ഇങ്ങനെ ആളിക്കത്തുന്നത്. അങ്ങനെ ചില ആൾക്കാരുടെ ജീവിതം ചെറുതെന്തെങ്കിലും അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞാൽ അത് ചിലപ്പോൾ വലിയ പ്രശ്നത്തിലേക്ക് പോവാം. അപ്പം നമ്മൾ മറ്റുള്ള ആളുടെ ജീവിതത്തിലേക്ക് ഒരു നിരപ്പായിട്ട് കടന്നു ചെല്ലാതിരിക്കുന്നതായിരിക്കും എല്ലാവർക്കും നല്ലത്. കാരണം വെറുതെ എന്തിന് മറ്റുള്ള ആളെ കണ്ണീരിന് നമ്മൊരു ഉത്തരം പറയാനാക്കുന്നല്ലേ. അപ്പോൾ അത് വിട്. ദയോരെ രണ്ടാളെ കാണുന്ന ഭയങ്കര ചങ്ങായിപ്പാട്ടിൽ നടക്കുന്നതുണ്ട്. ഏത് നിമിഷമാണെങ്കിലും ശത്രുക്കളാവാനുള്ള എല്ലാ ചാൻസസും ഞങ്ങൾ കാണുന്നത്. നമ്മയില്ലേ ഈ പുള്ളന്മാർ അപ്പുറം ഇപ്പുറത്തെല്ലാക്കുമ്പോൾ ഒന്നില്ലേ, ഞാനായിട്ട് എൻ്റെ അനിയത്താക്കും മൈൻഡ് ആക്കല്ലോ, ഓരോ പ്രശ്നം ഓരോ തീർത്തോളും. ഞങ്ങൾ ഉമ്മയില്ലേ, ഉപ്പാൻ്റെ ഉമ്മ, സീതാങ്കുളിലത്തെ ഉമ്മ എന്ന് പറയും. ഉമ്മ എപ്പം പറയും, ചോറ് തിന്നുന്ന ആൾക്കാരെങ്കിലേ പുള്ളറ വിഷയത്തിന് കലമ്പേല. ഞങ്ങളുടെ ഫാമിലിയിൽ ആർക്കും അറിയില്ല, ഞങ്ങൾ ഇപ്പോൾ 14 ആൾക്കാരുണ്ട്. അതിൽ എത്രയോ പുള്ളുണ്ട്, തറവാട്ടിൽ എത്രയോ ആൾക്കാരുണ്ട്. ഞങ്ങൾ എല്ലാവരും ചേർന്നിട്ടാണ് ഉണ്ടാകുന്നത്. അന്നെങ്കിൽ എപ്പോൾ തല്ലന്നെ. എൻ്റെ ഉമ്മ എപ്പോൾ പറയും, ഞാൻ എൻ്റെ ഒരു മൂത്താൻ്റെ മോളെ തയ്ക്കാണ്ട് പോയലേ ഇല്ല, നെയ്യിൽ പോകുമ്പോൾ ഒക്കെ തല്ല കൊടുത്തിട്ട് പോക്കുന്നു. അപ്പോൾ അതിനൊന്നും ഒരപ്പുറം ഇപ്പുറം തല്ലാക്കിയിട്ട് നമ്മൾ അത് കണ്ടിട്ട് തന്നെ ഞങ്ങൾ പഠിച്ചാൽ ഞങ്ങൾക്ക് വെക്കും. ഇപ്പം എൻ്റെ ഇന്നത്തേക്കാണെങ്കിലും എൻ്റെ മക്കളോ മോനെ കുരുത്തക്കടാക്കിയാൽ ഓനിങ്ങോട്ടൊക്കെ ആക്കി ഞങ്ങൾ അതൊരു കാര്യമാക്കല. അപ്പോൾ ഫാമിലി എല്ലാവരും ഒരുപോലെ കാണാം. അപ്പോൾ ബൈ.